ഒരു കോടി. Are you ready? Powered by Josco Jewelers. ഒരു അനുഗ്രഹത്തിലൂടെ മാത്രം നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുമോ? ഇല്ലേ ഇല്ല. പണവും സമ്പത്തും പരിശ്രമശാലികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാർ ആണെങ്കിൽ ഇതാ നമ്മൾ 1 കോടി രൂപയാണ് നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുള്ളത്. ഈ 1 കോടി രൂപ സ്വന്തമാക്കാൻ തന്നെയാണ് ഇന്നലെ നമ്മുടെ കൂടെ മത്സരിച്ചുകൊണ്ടിരുന്ന മൂവാറ്റുപുഴയിലെ സഹോദരിമാർ ദീപ ആൻഡ് അനു എത്തിയിരുന്നത്. ആ കിസ് ഞാൻ കണ്ടില്ലല്ലോ. ആ ഉമ്മ ഒരു പ്രാവശ്യം കൂടെ കൊടുത്തേ മാമിന് വേണ്ടി. Oh, so sweet. Thank you so much. ഇവൾ കയ്യിലൊരു കോടി. പിള്ളേരാണെങ്കിൽ അമ്മ ഇങ്ങനെ ഇതിന് പോവാന്ന് പറഞ്ഞപ്പോ അമ്മേ ആർ യു റെഡിക്ക് പോവാണോ? ശരിക്കും പേടിച്ചു പോയി. ശരിക്കും ഇപ്പോൾ അവരുടെ കയ്യിൽ 14 ലക്ഷമുണ്ട്. ഇന്ന് ഫേസ് ചെയ്യാൻ പോകുന്നത് 6ാമത്തെ ചോദ്യം. Let us see what's gonna happen today. വീണ്ടും സ്വാഗതം ചെയ്യാം മൂവാറ്റുപുഴയിലെ നല്ല നല്ല സഹോദരിമാർ അനു ആൻഡ് ദീപ. വെൽക്കം ബാക്ക് ടു ദ ഗെയിം ഷോ. അതിന്റെ വിശേഷം സുഖായിരിക്കുന്നോ? Good to see you both. വെൽക്കം ബാക്ക്. എങ്ങനെ ഫീൽ ചെയ്യുന്നു? 6ാമത്തെ ചോദ്യമാണ് ഇന്ന് ഫേസ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാം. അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടല്ലേ? 14 ലക്ഷം കയ്യിലുണ്ട്. ഇന്നലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ഓപ്ഷൻ ഇപ്പം കുറഞ്ഞിരിക്കുകയാണ്. 3 ആൻസർ ഓപ്ഷൻസ് ഉണ്ട്. ഗെയിം പൊസിഷൻ ഇങ്ങനെയാണ്. 6th question is next and 14 lakhs in hand. Are you ready? Yes, ready. Okay, let us play. വിവൽ കയ്യിൽ 1 കോടി. Are you ready? Categories നോക്കാം. Categories for the 6th question are കണക്കുകൾ, രൂപകൽപ്പന. ധാരാളം കണക്കുകൾ ഉള്ളതുകൊണ്ട് എങ്ങനെ രൂപകൽപ്പന തന്നെ സെലക്ട്. രൂപകൽപ്പന. ഓക്കെ, ചോസൻ കാറ്റഗറി രൂപകൽപ്പനയാണ്. ആൻസർ ഓപ്ഷൻസ് നോക്കാം. എറണാകുളം, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്. ചോദ്യം നോക്കാം. ലാരി ബേക്കർ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ കോഫി ഹൗസ് ഏത് നഗരത്തിലാണ്? ആൻസർ ഓപ്ഷൻസ് ഇതാണ്: എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്. പരസ്പരം കെയർഫുള്ളി ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരമാണ് എറണാകുളമാണ് സംശയമുണ്ട്. തിരുവനന്തപുരമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓർമ്മയുണ്ടോ? റൗണ്ടിൽ സംശയം ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. പക്ഷെ മൂവ് യുവർ മണി വെച്ച് തുടങ്ങിക്കോളൂ. 30 seconds remaining. റൗണ്ടിലിരിക്കുന്നൊരു 20 seconds remaining. ചെയ്യാത്ത ഒരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ടോ? അത് ഞാനവിടെ പോയിട്ടുണ്ട്. തിരുവനന്തപുരം തന്നെയാണോ സംശയമുണ്ട്. 10, 9, 8. ഉറപ്പാണ് പോയിട്ട് എന്നാ വെക്കാം. തിരുവനന്തപുരം വെക്കാം. തിരുവനന്തപുരം തന്നെ. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉണ്ടോ? ടൈം ഓവർ. എറണാകുളത്തിൽ 2 ലക്ഷം, തിരുവനന്തപുരത്തിൽ 12 ലക്ഷം, കോഴിക്കോടിൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ അവസാനത്തെ അവസരമാണ് ഇത്. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണം. വേണം. Your extra 30 seconds. Time starts now. ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. 20 seconds remaining. ആലോചിച്ചോളൂ. കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് തിരുവനന്തപുരം ടെസ്റ്റ് ചെയ്താൽ കോഴിക്കോട് ഉറപ്പല്ലേ? കോഴിക്കോട് മാറ്റണ്ടായി. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നു. എക്സ്ട്രാ 30 സെക്കൻഡ്സിൽ ഒരു
വലിയൊരു തീരുമാനവും ഒരു മാറ്റം നടന്നിരിക്കുന്നു. എറണാകുളത്തിൽ നിന്ന് 2 ലക്ഷം തിരുവനന്തപുരത്തേക്ക് മാറിയിരിക്കുന്നു. നൗ എറണാകുളത്തിൽ ഒന്നുമില്ല, തിരുവനന്തപുരത്തിൽ എല്ലാ 14 ലക്ഷവും വെച്ചിട്ടുണ്ട്, കോഴിക്കോടിൽ ഒന്നുമില്ല. Come on, give me the reason, give me the explanation. എങ്ങനെ നടന്നു ഇത്? അത് തിരുവനന്തപുരത്ത് ഞാൻ ഒരു ടെസ്റ്റ് എഴുതാൻ പോയപ്പോൾ ഒരു ഈ ബിൽഡിങ്ങിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ടിലാണ് ഇരിക്കുന്നത്. തമ്പാനൂര് ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ട് അവിടെ ഞാൻ പോയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഒരു ഉത്തരേ ശരിയായിട്ടുള്ളൂ, ശരിയല്ലേ? വരൂ, മുന്നോട്ട് വരൂ. 14 ലക്ഷം 6ാമത്തെ ചോദ്യം. കിട്ടിയ ചോദ്യം ഇതാണ്: ലാരി ബേക്കർ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ കോഫി ഹൗസ് ഏത് നഗരത്തിലാണെന്ന്. എറണാകുളത്തിൽ ഇപ്പോഴൊന്നുമില്ല, തിരുവനന്തപുരത്തിൽ ഇപ്പോൾ 14 ലക്ഷവും ഉണ്ട്, കോഴിക്കോടിൽ ഒന്നും ഇല്ല. ടോപ്പ് ഓർ ഡ്രോപ്പ്? ലക്ഷം മാറ്റിയത് അബദ്ധമായോ? അനു, ദീപ? ഞാൻ ഇങ്ങനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി. നിങ്ങളുടെ തീരുമാനം തെറ്റാണോ ശരിയാണോ നമുക്ക് നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? That calls for a high five. Give me a high five. High five എങ്ങനെ തരാ? Give me a high five. Yeah, give me a high five. 14 lakhs into the last question. ബിൽഡിങ്സ് ഒക്കെ ഒരുപാട് ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ബിൽഡിങ്സ് ആർക്കിടെക്ചർ ഉണ്ട്. അതിന്റെ ഒരു ഞങ്ങളിപ്പം ഒരു വീട് വെച്ചോണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് എപ്പോഴും ഈ ലാറി ബേക്കറുടെ ഭവനങ്ങളെ പറ്റി വായിച്ചാൽ അച്ഛന്റെയും അമ്മയുടെയും അല്ല, ഞങ്ങൾ സ്വന്തമായിട്ട്. ഓ, നിങ്ങൾ സ്വന്തമായിട്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എപ്പോഴും വീടിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ വായിക്കാറുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതിനെ കുറിച്ചൊക്കെ. എവിടെയാണ് വീട് വെക്കുന്നത്? മൂവാറ്റുപുഴ തന്നെയാണ്. ഓക്കെ. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി കൊല്ലം. അവര് 7ാമത്തെ ചോദ്യത്തെ എത്താറായി. നിങ്ങളെ ചോദ്യത്തിന് ഇനിയും കാത്തു നിൽക്കുക. ഗെയിം പൊസിഷൻ നോക്കാം. 14 ലക്ഷം. How do you feel? 14 lakhs. 7ാമത്തെ ചോദ്യത്തിൽ വീണ്ടും ഒരു ചേഞ്ച്. ഒരു ആൻസർ ഓപ്ഷനും കൂടെ കട്ട്. 2 ആൻസർ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 6th ക്വസ്റ്റ്യനിൽ മാക്സിമം മണി സേവ് ചെയ്യൂ. കാരണം ഇതിൽ either this or that ആണ്. ഒരു ആൻസർ ഓപ്ഷന്റെ മുകളിലെ amount വെക്കാൻ പറ്റുള്ളൂ. ഐ എം വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഈ തുക കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ. കമാൺ, ഓൾ ദി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛനും അമ്മയുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 7 and 14 lakhs in hand are ട്രെയിനുകൾ, റോഡുകൾ. ട്രെയിനുകൾ എടുക്കാനോ അതോ റോഡുകൾ വേണോ? ഏതാ വേണ്ടേ? ട്രെയിൻ. Come on, go for it. ട്രെയിനുകൾ, റോഡുകൾ. പെട്ടെന്നാവട്ടെ. റോഡുകൾ എടുത്തോ. റോഡുകൾ. ചോസൻ കാറ്റഗറി റോഡുകളാണ്. ആൻസർ ഓപ്ഷൻസ് 1, 2. ചോദ്യം നോക്കാം ഇനി. കേരളം അല്ലാതെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് NH212 212 കടന്നു പോകുന്നത് എന്നാണ് ചോദ്യം. 1, 2 ആണ് ആൻസർ ഓപ്ഷൻസ്.
ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. 2 വേണം. കേരളം വേണം. 40 seconds remaining. ഒന്ന് വെച്ചാൽ ഒന്നാണ്. 30 seconds remaining. ഒന്ന് വെക്കാം. ഒന്ന് വെച്ചാലോ? 20 seconds സംസ്ഥാനങ്ങളിൽ remaining. എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളിൽ കൂടിയാണ്. എത്ര സംസ്ഥാനങ്ങൾ എന്ന് പറയാം? എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? എന്താ തോന്നുന്നേ? തോന്നണില്ല. ആൻസർ ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അറിയില്ല. ഇല്ല, ഉറപ്പില്ല. 2 1 എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. 14 ലക്ഷവും വെച്ചിട്ടുള്ളത് 2ലാണ്. മുന്നോട്ട് വരൂ. ഈ നാഷണൽ ഹൈവേസിന്റെ ഈ ബോർഡൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ടോ? കേരളത്തിലുള്ളതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല. 1 ശരിയായ ഉത്തരം ആണെങ്കിൽ 14 ലക്ഷം. 14 ലക്ഷം പോവും. പക്ഷേ സൂര്യ TV നിങ്ങൾക്കായി നൽകുന്ന 1 ലക്ഷം രൂപയുണ്ട്. Bring that forward. Come on. ഇതാ, വെറും കൈയോടെ നിങ്ങൾ എന്തായാലും പോവില്ല. അതാണ് വലിയൊരു സമാധാനം. നമുക്ക് സന്തോഷമുണ്ട് ഈ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് തരുന്നതിൽ. നിങ്ങൾ ആദ്യം വെച്ചിരുന്ന ആൻസർ ഓപ്ഷനിൽ ഞാൻ ഇതാ നിങ്ങൾക്കായി 1 ലക്ഷം രൂപ വെച്ചിരിക്കുന്നു. 1 എന്ന ആൻസർ ഓപ്ഷനിൽ ഇപ്പം 1 ലക്ഷമുണ്ട്. 2 എന്ന ആൻസർ ഓപ്ഷനിൽ ഇപ്പോൾ നിങ്ങളുടെ 14 ലക്ഷമുണ്ട്. അറിയാൻ തിടുക്കമുണ്ടോ? അത്ര തന്നെ പേടിയുണ്ടോ? പേടിയുണ്ട്. ഒട്ടും ഏതാന്ന് ഇപ്പോഴും അതൊന്നും ഊഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് നോക്കാം. നിങ്ങൾ രണ്ടുപേർക്കും എനിക്ക് 14 lakhs തരണം എന്ന് തന്നെയാണ് ആഗ്രഹം. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, റിലാക്സ്, പ്രാർത്ഥിച്ചെന്നോളൂ. ഐ വാണ്ട് യു ടു ഗെറ്റ് ഇറ്റ്. ഇറ്റ്സ് ഐദർ 14 lakhs or 1 lakh. Top or drop? വെച്ചതായിരുന്നു. ആദ്യം 1ൽ വച്ചതായിരുന്നു. മാറ്റണ്ടായിരുന്നു. എത്ര എന്താ പറയാ, ഒരു തലനാരിന്റെ ഒരു വ്യത്യാസത്തിലാണ് അത് മിസ്സായത്. ബിക്കോസ് യു ടുക്ക് ദാറ്റ് ഡിസിഷൻ ഇൻ ദ ലാസ്റ്റ് 4 seconds. അത് വെച്ചതായിരുന്നു. സംസ്ഥാനങ്ങളിലൂടെയെന്ന് വന്നപ്പം അതുകൊണ്ടാണ് അങ്ങനെ വന്നതുകൊണ്ട് മാത്രം. കാലിക്കറ്റ് ടു മൈസൂർ ആണ് വയനാട് വഴിയുള്ള നാഷണൽ ഹൈവേ ആണത്. Don't be disappointed. My God, look at her. See, നിങ്ങൾ SMS അയച്ചു, ഇവിടം വരെ വന്നു, ഇത്രയും മനോഹരമായിട്ടുള്ള മൊമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ വെറും കൈയോടെ അല്ല തിരിച്ചു പോകുന്നത്. അച്ഛൻ്റെ അടുത്ത് പറയാ 14 ലക്ഷം അല്ല ഡാഡി, ഞാൻ എന്തായാലും വെറും കൈയോടെ അല്ല തിരിച്ചു പോകുന്നത്. This 1 lakh is all yours.
ഒരു പക്ഷേ ട്രെയിൻ എന്നുള്ള കാറ്റഗറി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഏതാണ്ട് ഇതുപോലത്തെ ഒരു ചോദ്യം തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. സോ ഡോണ്ട് റിഗ്രറ്റ്. ഒരു ചെറിയൊരു 4 സെക്കൻഡ് പാളിച്ച പറ്റി. ഈ 4 സെക്കൻഡ് നമുക്ക് റിക്കവർ ചെയ്യാം. നേരത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ഊണ് കഴിച്ചില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, കീപ് പ്ലേയിങ് ഇൻ ഗുഡ് സ്പിരിറ്റ്സ്. വിവലിന്റെ വക ഗിഫ്റ്റ് ഹാമ്പേഴ്സും ഉണ്ട്. അനു, ഇത് മാത്രമല്ല, ജോസ്കോ ജ്വല്ലേഴ്സിന്റെ വക 10,000 രൂപയുടെ ഗോൾഡ് ഗിഫ്റ്റ് വൗച്ചർ ആൻഡ് ഫ്രാൻസിസ് ആലൂക്കാസിന്റെ വകയും 10,000 രൂപയുടെ ഡയമണ്ട് ഗിഫ്റ്റ് വൗച്ചർ. ഓക്കെ, സുന്ദരികളായ 2 സഹോദരിമാരാണ് രണ്ടുപേരും. ഇത്രയും നല്ല ചിരിച്ച് എപ്പോഴും കൈ ഇങ്ങനെ തൊട്ടുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും ഡിസൈഡ് ചെയ്തതും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് തീരുമാനിച്ചിട്ട് മണി മൂവിങ്ങിൽ മാത്രം ഒരു 10 സെക്കൻഡിൽ ചെയ്യുന്ന ആദ്യത്തെ കണ്ടസ്റ്റൻസ് ആണ് നിങ്ങൾ രണ്ടുപേരും. സോ ഇറ്റ് വാസ് വെരി നൈസ് പ്ലേയിങ് വിത്ത് ബോത്ത് ഓഫ് യു. അച്ഛൻ്റെ അടുത്ത് എന്താ പറയാൻ പോകുന്നത് ആദ്യം തന്നെ അത് പറയൂ. ഇനിയിപ്പോ അച്ഛന് കൊടുക്കണോ? കമാൻ, ഇനി അച്ഛന് ആൻസർ എന്തായാലും അറിയായിരിക്കും. അച്ഛന് ആൻസർ അറിയാം, അതാണ് ഏറ്റവും മോശം അല്ലേ? അച്ഛൻ പറയും മോളെ എനിക്ക് വേണ്ട. അത് മാറ്റി വെച്ചല്ലോ, അത് നിനക്ക് അറിയത്തില്ലായിരുന്നു അച്ഛൻ ചോദിക്കും. പാവം. എന്തായാലും 1 ലക്ഷം രൂപ ചെറിയ തുകയൊന്നുമല്ല, നല്ലൊരു എമൗണ്ട് തന്നെയാണ് അച്ഛൻ്റെ അടുത്തും അമ്മയ്ക്കും ഒന്ന് ഒരു സന്തോഷത്തിന് കൊടുക്കാനൊക്കെ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്, ഫോർ പ്ലേയിങ് വിത്ത് അസ്. നമ്മൾ എനിക്ക് മാത്രമല്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനും അതെ, നമ്മുടെ പ്രേക്ഷകർക്കും അതെ, എന്തായാലും ഈ ഒരു 2 എപ്പിസോഡിൽ നമ്മളിങ്ങനെ പരസ്പരം സംസാരിച്ചു, രസകരമായ മൂമെന്റ്സ് ഉണ്ടായിരുന്നു. അതെന്തായാലും എൻജോയ് ചെയ്ത് കാണും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻസ് നമുക്ക് ആരാന്ന് നോക്കുന്നതിന് മുന്നേ ലെറ്റ് us go for a short break on വിവൽ. കയ്യിൽ 1 കോടി. Are you ready? Welcome back to വിവൽ.